നല്ല അതെ ഇവരൊക്കെ കൊളാബറേറ്റ് ചെയ്യല്ലേ. ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് ഇല്ല. ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാം. ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ്. ഇപ്പൊ KRG സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ്, അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത്, ഇതെല്ലാം നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മലയാളം സിനിമ. അത് നമുക്ക് ഭയങ്കരമായ ഒരു സ്ട്രെങ്ത് തരാണ്. നമ്മുടെ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിൽക്കുന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് അത് കാണിക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പം തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ. ഇനി പണി നിർത്തുന്നു. ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് മുമ്പ് വീണ്ടും ട്രൈ ചെയ്യും. പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം. പക്ഷേ അതിനു വേണ്ടിയുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്ന് തോന്നി. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഓഫ് സ്ട്രെങ്തിലേക്ക് വരണം. നമുക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മളെ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കുക. ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് പരാജയപ്പെടാം. എന്റെ പണി നിർത്തിച്ച് കാണാൻ പോയല്ലേ. നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അത് ഒരു വർഷത്തെ പ്രോസസ്സാണ്. ഇനി വരുന്ന സിനിമ ഞങ്ങൾ അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം, നിർമ്മിക്കണം. അത് മാർക്കറ്റിംഗ് ഇതൊരു സ്റ്റെപ്പാണ് അല്ലെ. 3 സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ അത് 3 സിനിമയും ചെയ്യും. 3 സിനിമ ചെയ്ത് നോക്കും. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് എടുക്കുക. അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത്രയും നേരം എന്തോ ചോദിച്ചാൽ ഏത് പൈറസിയാ? ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പൊ ആർക്കാ കിട്ടിയത്? വളരെ കുറവാ. ഇതൊക്കെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര പടങ്ങള് കഴിഞ്ഞ 6 മാസത്തിൽ ഇറങ്ങിയ എത്ര പടങ്ങൾ OTT വന്നു? എത്ര പടങ്ങൾ വന്നു? അതെ, ഒരു ലെസ് ദാൻ ഒരു 60% സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല. ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക. പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു 3 വർഷം. ബിക്കോസ് ആളുകൾക്ക് അറിയാം ഇത് തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചും കൂടെ. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട സാധനങ്ങളല്ല. ഇത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതാണ്. ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ലോ. ഇത് മാറിയതിന് അറിയാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോളുണ്ട്. അല്ല, ഇപ്പൊ അതിനൊക്കെ നമുക്ക് ഈ പൈറസി ഒക്കെ ഇത് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് വാട്ടർമാർക്ക് ഉണ്ട്. ഇത് എവിടെ നിന്ന് പോകുമെന്ന് അറിയാൻ പറ്റും. എല്ലാം പൈറേറ്റിലൊന്നും ഇപ്പൊ തന്നെ ഞാൻ ആടിന്റെ കേസിന് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അയാൾ നിന്ന് കരയായിരുന്നു ഒരു DVD അടിച്ചതിന്റെ കേസിൽ. അപ്പൊ നമ്മുടെ അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്, ലോ ഉണ്ട്. അങ്ങനെയൊന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനുമുണ്ട്, സൈബർ പോലീസിനുമുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വർക്കിംഗ് റിയലി വെൽ. ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു. മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ മലയാളത്തില് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാർത്തികിനോടും കൂടെ എന്തെങ്കിലും ഇത് നമ്മൾ തമ്മിലുള്ള ഒരു സംസാരമായിട്ട് പോരുത്. പുതിയ നമുക്കൊരു അതിഥിയാണ് ഇവിടെ ഉള്ളത്. And you know the current pulse of Malayalam audience and the potential of box office. Is there a single point you have agreed for this association? No, there is no single point. I would like to correct. I don't know the exact pulse of Malayalam audience, but
Here, content is more embraced. Content is more whatever new content or new attempts are being made. Compared to other industries in Malayalam, they are received well. The audience have matured well. They take some His very question was, what is that one point you decided that you will collaborate with the Friday Film House? his filmography, his choice of scripts. It has been good. So when two creative production houses join together, He has been a fan from Angamali Diaries onwards. He's been following Friday Film House. Angamali Diaries, Adu, Home, Sufyum, Sujata, and all. We did Valati also. When he told me the idea of Valati, I think how they made all the dogs, they read the dogs for 6-7 years and made them to act. We thought we had to reach it to more audience, and we got it dubbed in all other languages too. So that idea and what he wants to get the new content and what all he's trying to get it here, that we just thought if two people, teams join together, we can give better or content for the people. ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു ഓപ്പണിംഗ്, ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഓപ്പണിംഗ് ആണ്. അതെ, നമ്മള് മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ, ഇപ്പൊ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജിയനുകളിലൊക്കെ എത്തിക്കാൻ പറ്റുക. അതൊന്ന് നമ്പർ 1. നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത്. 2, നല്ല കണ്ടന്റ് സിനിമകൾ. ഇപ്പൊ 12th ഫെയിൽ പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് KRG ഫിലിംസ് ആണ്. അപ്പൊ അത് അവര് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ, അത് ഒരെണ്ണം വന്നു, അങ്ങനെ പല സിനിമകളുണ്ട്. അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ, അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ്. ഇപ്പൊ KRG സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റീച്ച് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഇപ്പൊ കേരളത്തിൽ അന്ന് ഓപ്പൺഹൈമറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വാലാട്ടി ഇറങ്ങിയ മഴയത്തത് വിട്ടുപോയി. പക്ഷെ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീട് അത് OTT-ലേക്ക് പോകാനും ഇതെല്ലാം സാധിച്ചു. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നല്ല സിനിമകൾ മറ്റുള്ള റീജിയനിലും പോകട്ടെ, ഞങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ചിലർ പറയുന്നു ചില പടങ്ങൾ റിലീസ് ആവുന്ന സമയത്ത് ബിഗ് ബഡ്ജറ്റ് പടങ്ങളായാൽ പോലും ബോക്സ് ഓഫീസിൽ മുൻകൂട്ടി വീഴാറുണ്ട്. അത് ഇപ്പോഴല്ലോ, മുമ്പേ അത് സംഭവിക്കുന്നതിന് കാരണമെന്ന് റിവ്യൂവേഴ്സിനാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ അത് പ്രേക്ഷകരെ മുന്നേ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാരണമാണോ ഈ ഒരു മുൻകൂട്ടികളുടെ കാരണം? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത്. റിവ്യൂസ് അവരൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലേ. അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു 3 ദിവസം കൊടുക്കണം. അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. ഞാൻ റിവ്യൂസിന് എഗെയിൻസ്റ്റ് ഒന്നുമല്ല, എല്ലായിടത്തും സിനിമ റിവ്യൂസ്. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി. അത് ആളുകളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം. അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം, പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക, അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക, അതിനോടൊന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. നിരൂപണം എപ്പോഴും നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ്. നമ്പർ 1, അതൊരു 3 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. മറ്റുള്ള പബ്ലിക്, ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം. നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച സിനിമയല്ല. ഞാൻ ചിലപ്പോൾ അത് എൻ്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് സ്ത്രീകൾ കൂടെ കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് 15 to 30 വിമനാണ്. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. അവർ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. ഇവിടെ വിമൻ റിവ്യൂവേഴ്സ് വളരെ കുറവാണ്. ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ ഞാൻ നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം വന്നപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ
ഒക്കെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ളവർക്ക് അതിനെ പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം. എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പാവും. അത് നല്ല സിനിമകൾ നിർമ്മിക്കുക കൂടെ വേണം. നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യുക, നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം കൂടെ ഒന്ന് കൊളാബറേറ്റീവായിട്ട് ഇപ്പം നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അപ്പം നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിൻ്റെ വളരെ ഈ ഫെബ് എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ്. നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ്, ഒരു മാസം കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിജയിക്കുന്നത് നല്ല സിനിമയുടെ വിജയം, മലയാള സിനിമയുടെ വിജയമാണ്. അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ. ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ, ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഈ ഒരു കൊളാബറേഷൻ. ഈ ഫ്രൈഡേയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ് ആടിന്റെ ഒരു KRG സ്റ്റുഡിയോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആട് 3 ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു പാൻ ഇന്ത്യൻ ആവാൻ ചാൻസ്. അതിന്റെ ഉത്തരം മാർച്ച് 16-ാം തീയതി നിങ്ങൾ തരാം. അതുപോലെ തന്നെ ആട് 3D-യിലാണ് വരുന്നതെന്ന് ഓൾറെഡി മാർച്ച് 16-ന് തരാം അതിന്റെ ഉത്തരം. മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ്. Praveen sir, what is your opinion about first day, first show review? Yes, reviews. First day, first show. It should be there. No, it will again get a lot of other people. See, I will not say that some reviews stopped a few people from going into the theatre. Today, it's not that. I think if the word of mouth is good from people, it is gone. But I think this eccentric first day first show reviews. അത് പറയേണ്ട ഒരു കാര്യം തന്നെ, ഇവരുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതായത് ഫസ്റ്റ് ഡേ പക്ഷെ നമുക്കത് കാണാൻ തോന്നും റിവ്യൂസ്. അവിടെ ഒരു സിനിമേനെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അവിടെ ഇല്ല. അത് മലയാളത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ നോട്ട് ടു ദിസ് എക്സ്റ്റെന്റ്. Yeah, there. See, in reviews on day one, you don't need to rip apart a film. They do, and it's only 3-4 people who do it. Like, you like it, you don't like it, it's your individual opinion. But in that trolling and telling something very bad, no, that doesn't help. It's not helping. It shouldn't be done. That every film has an effort, whatever, small, big. Reviews are okay, but in the name of reviews, they're doing some other things. No, that should be stopped. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ആട് 3-ന്റെ ചോദ്യത്തിന് ഞാൻ മാർച്ച് 16-നെങ്കിലും ആ ഒരു സമയ പീരീഡിൽ ഒരു അനൗൺസ്മെന്റുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ല സിനിമകൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നല്ല സിനിമകൾ, മലയാള സിനിമകൾ മറ്റുള്ള ന്യൂ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നല്ല കണ്ടന്റുകൾ മലയാള ഓഡിയൻസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം. അതാണ് ഈ ടൈപ്പിന്റെ ഉദ്ദേശം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. Can we call